അടുത്തൊരു അടിപൊളി സാധനമാണ് ക്വാളിറ്റി ഫാക്ടർ അല്ലെങ്കിൽ ക്യൂ ഫാക്ടർ അല്ലെങ്കിൽ ഷാർപ്പ്നെസ് ഓഫ് റെസൊണൻസ്. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ആദ്യം ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരും. അത്രയും കാര്യം ആദ്യം ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങളൊരു സീരീസ് LCR സർക്യൂട്ടിനെ എടുക്കുക. സീരീസ് LCR സർക്യൂട്ട് എടുത്തു. ഓക്കെ, ആ സർക്യൂട്ടിൻ്റെ ഇമ്പിഡൻസ് കാണാനുള്ള ഇക്വേഷൻ പറ. √R² + XL - XC² എന്നാണ്. ഇത് തിരിച്ച് XC - XL² എന്ന് എഴുതിയാലും പ്രശ്നമില്ല. ഇത് നമുക്കറിയാം. ഇനി അടുത്ത് ഈ സർക്യൂട്ടിൽ ഇപ്പം പോകുന്ന കറണ്ട് ഇൻ ദ സർക്യൂട്ട് നൗ ഈസ് IM. ഈ സർക്യൂട്ടിൽ ഇപ്പം പോകുന്ന കറണ്ട് IM ആണ്. വോൾട്ടേജ് ഈസ് സർക്യൂട്ടിലെ വോൾട്ടേജ് VM ആണ്. ഓക്കെ, അപ്പോൾ സർക്യൂട്ടിലെ കറണ്ടിനെ IM എന്നും വോൾട്ടേജിനെ VM എന്നും ഞാൻ വിളിച്ചു. അവിടെ ഇരുന്നോട്ടെ. ഇനി നമ്മുടെ അറ്റ് റെസൊണൻസ് കണ്ടീഷൻ ആകുമ്പം നിങ്ങൾക്കറിയാം ഇസഡിൻ്റെ വാല്യൂ എന്തിന് ഈക്വൽ ആവും? R-ന് ഈക്വൽ ആവും. സോ സർക്യൂട്ട് ഹാസ് മിനിമം റെസിസ്റ്റൻസ്. സോ സർക്യൂട്ട് അലൗസ് മാക്സിമം കറണ്ട്. ദാറ്റ് കറണ്ട് ഈസ് നോൺ ആസ് IM max. ആ കറണ്ടിനെ വിളിക്കുന്ന പേരാണ് IM max. ഇതെല്ലാം പുതുമയല്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി ഞാനിവിടെ ഒരു ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. ഈ ഗ്രാഫ് എന്ന് പറയുന്നത് കറണ്ടും ഫ്രീക്വൻസിയും കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഗ്രാഫാണ്. കറണ്ടിനെ ജനറലി ഞാൻ IM എന്നാണ് വിളിക്കുന്നത്. IM. അപ്പോൾ കറണ്ടും ഫ്രീക്വൻസിയും കണക്ട് ചെയ്ത് ഗ്രാഫ് വരയ്ക്കുകയാണ്. സീരീസ് LCR സർക്യൂട്ടിലെ ഫ്രീക്വൻസി മാറ്റി ഇവിടെയാണ്. അപ്പോൾ കിട്ടുന്ന കർവ് ഇതാണ്. ഈ ഷേപ്പിൽ ഒരു കർവ് കിട്ടും. കണ്ടോ? ഈ കർവിൽ ഇവിടെ ഈ ലെവലിലാണ് മാക്സിമം കറണ്ട് കിട്ടിയിരിക്കുന്നത്. ഈ പോയിന്റിനെ ഞാൻ IM max എന്ന് വിളിക്കുന്നു. എന്താ വിളിക്കുക? IM max. മാക്സിമം കറണ്ട് കിട്ടിയെങ്കിൽ ഈ സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്ത ഫ്രീക്വൻസി റെസൊണന്റ് ഫ്രീക്വൻസി ആയിരിക്കും എന്നുള്ളതിന് ഡൗട്ടൊന്നുമില്ല. ഇനി ഞാനിവിടെ ഈ Y ആക്സിസിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. ആ പോയിന്റിലെ കറണ്ടിൻ്റെ വാല്യൂ IM max / √2 ആണെന്ന് ഇരിക്കട്ടെ. ആ ലെവലിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഡോട്ടഡ് ലൈൻ വരച്ച് ഇവിടെ ഗ്രാഫിൽ മുട്ടിക്കുകയാണ്. രണ്ട് സ്ഥലത്ത് മുട്ടി. ഇവിടെ മുട്ടി. ഇവിടെ നിന്ന് താഴോട്ട് നോക്കിയപ്പോൾ ഒരു വാല്യൂ കിട്ടി. ഇവിടെ നിന്ന് താഴോട്ട് നോക്കിയപ്പോൾ വേറൊരു ഫ്രീക്വൻസി വാല്യൂ കിട്ടി. ഈ ഫ്രീക്വൻസി വാല്യൂവിനെ ω1 എന്നും ഇവിടുത്തെ ഫ്രീക്വൻസി വാല്യൂവിനെ ω2 എന്നും വിളിച്ചു. ഈ ഗ്യാപ്പും സെയിം ആയിരിക്കും. ഇത് Δω എന്ന് വിളിച്ചു. എന്താ വിളിച്ചത്? Δω. പേടിക്കരുത്. ഇനി നിങ്ങൾ ആ പിക്ചറിൽ നോക്കിയിട്ട് പറയുക എന്താണ് ω2. ω2 എന്ന് പറഞ്ഞാൽ ωR + Δω എന്നാണ്. ω1 എന്ന് പറഞ്ഞാൽ ωR - Δω എന്നാണ്. ഓക്കെ, ഇനി ഇതിൽ വലുത് ω2ഉം ചെറുത് ω1ഉം ആണ്. അങ്ങനെയാണെങ്കിൽ ω2 - ω1 നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. ω2ൽ നിന്ന് ω1 മൈനസ് ചെയ്യും. ഇത് സ്ട്രൈറ്റ് അങ്ങ് മൈനസ് ചെയ്താൽ മതി. ωR - ωR പോയി. Δω - Δω എത്രയെന്ന് വരും? 2Δω എന്ന് വരില്ലേ? ഈ ആൻസറിനെ ഞാൻ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയും. എന്താ പറയുക? ബാൻഡ് വിഡ്ത്ത് എന്നാണ് പറയുക. എന്താ പറയുക? ബാൻഡ് വിഡ്ത്ത്. അപ്പോൾ ബാൻഡ് വിഡ്ത്ത് എവിടെ 2Δω ഇനി കണ്ടാലും എന്തെന്ന് പറയണം? ബാൻഡ് വിഡ്ത്ത് എന്ന് പറയണം. ഇനി ഞാൻ ക്വാളിറ്റി ഫാക്ടർ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ക്വാളിറ്റി ഫാക്ടർ ഈസ് ഈക്വൽ ടു റെസൊണന്റ് ഫ്രീക്വൻസി / ബാൻഡ് വിഡ്ത്ത് എന്നാണ് നമ്മുടെ ഇക്വേഷൻ. എന്താണ് ക്വാളിറ്റി ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറ? റെസൊണന്റ് ഫ്രീക്വൻസി / ബാൻഡ് വിഡ്ത്ത് എന്നാണ്. ഇത്രയും നമ്മൾ ബേസിക് ആയിട്ട് ഓർത്ത് വെച്ചിരിക്കുക. ഇതിനകത്ത് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നി കാണൂല. ഇനി അടുത്തൊരു കാര്യം, നമ്മൾ സീരീസ് LCR സർക്യൂട്ട് ആണല്ലോ, അതിലുപയോഗിച്ചിരിക്കുന്ന R വാല്യൂ ഞാനാണ് തീരുമാനിക്കുന്നത്. എനിക്കിഷ്ടമുള്ള R വാല്യൂ ഞാൻ ഇടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ഒരു ഹൈ R വാല്യൂ ഫിറ്റ് ചെയ്യാം. സീരീസ് LCR സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നത് ഒരു ഹൈ റെസിസ്റ്റൻസ് ആണ്. എന്നിട്ട് അവിടെ ω വാല്യൂ ചേഞ്ച് ചെയ്യുന്നു. കറണ്ട് സർക്യൂട്ടിലെ കറണ്ടുമായിട്ട് കണക്ട് ചെയ്ത് ഗ്രാഫ് വരയ്ക്കുന്നു. വരച്ചപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയ ഗ്രാഫ് ഇതാ ഇങ്ങനെയാണ്. ഇവിടെ IM, ഇവിടെ ω. എനിക്ക് കിട്ടിയ ഗ്രാഫ് ഇതാ ഇങ്ങനത്തെ ഒരു ഹൈറ്റ് കുറഞ്ഞ ഗ്രാഫാണ്. അപ്പോൾ ഇവിടുത്തെ R വാല്യൂ ഹൈ ഉപയോഗിച്ചപ്പോൾ കിട്ടിയ ഗ്രാഫാണ്. നിങ്ങൾ കറണ്ട് നോക്കൂ. കറണ്ട് ഇത്രയല്ലേ ഉള്ളൂ. ഇനി അടുത്ത കുറച്ചുകൂടെ ഒരു മീഡിയം വാല്യൂ R ഉപയോഗിച്ചപ്പോൾ കിട്ടിയ ഗ്രാഫ് ഇങ്ങനെയാണ്. അപ്പോൾ R എന്ന് പറയുന്നത് ഒരു മീഡിയമാണ്. അപ്പോൾ കറണ്ടിൻ്റെ വാല്യൂ കൂടെ കൂടി. ഓക്കെ, ഇനി അടുത്ത് R-ന്റെ വാല്യൂ എന്ത് ചെയ്തു? ലോ ആക്കി. സീരീസ് LCR സർക്യൂട്ടിലെ R-ന്റെ വാല്യൂ ലോ ആക്കി.
അപ്പോൾ എനിക്ക് കിട്ടിയ ഗ്രാഫാണ് ഇത്. ഓക്കെ, അപ്പോൾ R വളരെ ലോ ആണ്. ആ സമയത്ത് കറണ്ടിൻ്റെ വാല്യൂ ഇത്രയും ഉണ്ടല്ലേ, ഈ ലെവലിലുണ്ട്. ഓക്കെ, അപ്പോൾ സീരീസ് LCR സർക്യൂട്ടാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അത് വെച്ചിട്ട് ഞാൻ കളിക്കുകയാണ്. നോക്കൂ, എന്താണ് ചെയ്തത്? ആ സർക്യൂട്ടിൽ കൂടെയുള്ള ആ സർക്യൂട്ടിലെ ഫ്രീക്വൻസി AC അല്ലേ അപ്ലൈ ചെയ്തിരിക്കുന്നത്, ACയുടെ ഫ്രീക്വൻസി ഞാൻ മാറ്റി കളിക്കുന്നു. ഫ്രീക്വൻസി മാറ്റി കളിക്കുന്ന സമയത്ത് ഞാൻ എന്ത് മാറ്റുന്നു? R വാല്യൂം കൂടെ മാറ്റുന്നു. അപ്പോൾ ആദ്യം ഒരു ഹൈ R കണക്ട് ചെയ്തതിന് ശേഷം ഫ്രീക്വൻസി മാറ്റി കളിക്കുന്നു. ആ സമയത്ത് ഫ്രീക്വൻസിയും കറണ്ടും കണക്ട് ചെയ്ത ഗ്രാഫാണിത്. ഇനി അടുത്ത ഒരു മിഡ് വാല്യൂ ഓഫ് R കണക്ട് ചെയ്തിട്ട് ഫ്രീക്വൻസി ചേഞ്ച് ചെയ്ത് കളിക്കുന്നു. അപ്പോഴും ഒമേഗയും ഐയും കണക്ട് ചെയ്ത് വരച്ച ഗ്രാഫ് ഇത്. ഇങ്ങനെ പല R വാല്യൂ കണക്ട് ചെയ്ത് നമ്മൾ ഗ്രാഫ് വരച്ചു. കിട്ടിയ ഗ്രാഫുകൾ ഇതാണ്. അപ്പോൾ ഗ്രാഫിൽ നിന്ന് കോമൺ സെൻസ് ഉള്ളവന് ഗ്രാഫ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സീരീസ് LCR സർക്യൂട്ടിൻ്റെ ഫ്രീക്വൻസി മാറ്റി കളിക്കാൻ പോവാണ് നമ്മൾ. അപ്പോൾ അവിടെ ഹൈ റെസിസ്റ്റൻസ് ഉപയോഗിക്കുമ്പോൾ എന്താണ്, കറണ്ടിൻ്റെ വാല്യൂ കുറവാണ്. റെസിസ്റ്റൻസ് കുറയുന്നതനുസരിച്ച് പീക്ക് കുറച്ചുകൂടെ ഷാർപ്പായിട്ട് വരുന്നുണ്ടോ? അപ്പോൾ ഷാർപ്പ്നെസ് ഓഫ് പീക്ക് കൂടണമെങ്കിൽ, പീക്കിൻ്റെ ഷാർപ്പ്നെസ് കൂടണമെങ്കിൽ R വാല്യൂ കുറവായിരിക്കണം. ഓക്കെ, അപ്പം നല്ല കീടിലം പീക്ക് കിട്ടണമെങ്കിൽ, നല്ല ഭംഗിയുള്ള പീക്ക് കിട്ടണമെങ്കിൽ സീരീസ് LCR സർക്യൂട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്ന R വാല്യൂ വളരെ ലോ ആയിരിക്കണം. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഐ ഷൽ സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ്. ഇത്രയും ക്ലിയർ ആണെങ്കിലേ പഠിപ്പിക്കാൻ പറ്റൂ എന്നുള്ള ബോധം എല്ലാവർക്കും വേണം. സോ ലിസൺ പ്രോപ്പർലി. സോ യു കൺസിഡർ എ സീരീസ് LCR സർക്യൂട്ട്. So you consider a series LCR circuit. The impedance of the circuit is equal to root of R square plus XL minus XC the whole square. Okay. Now the current in the circuit will be a particular value. That current is generally named as IM. Okay. In this condition, the voltage is generally named as VM. No problem. Then at a resonance condition, okay, at a resonance condition, Z becomes equal to R. So circuit has minimum resistance. So circuit allows maximum current. That maximum value of current is known as IM max. Okay. Then what is the next one? Current can be calculated using the formula, general formula V by R. So VM by Z. Am I right? So is equal to VM divided by what is Z? Root of R square plus XL minus XC the whole square. No problem. Then what is the next? See, at a resonance, tell me. At a resonance, the same equation can be rewritten. IM becomes IM max. Okay. Is equal to VM divided by this becomes R. Familiar things I wrote here, no problem. Then what is the next one? See, I am plotting a graph connecting omega and current. Okay, I am plotting a graph connecting omega and current. Okay, see, the graph obtained will be like this. Here omega, here current. Then graph will be of this shape. Then graph has a peak. The current corresponding to the peak is what? IM max. Okay. See, peak maximum current is obtained at resonant frequency. Then you mark a particular current here. What is its value? IM max divided by root 2. Adu marannu varudhe. Then say, corresponding to this value, you will get two frequencies. What are they? Omega 1 and omega 2. These are equidistant from omega. This distance is what? Delta omega. This distance also will be delta omega. Then what is omega 2? Omega 2 equal to omega R plus delta omega. Then what is omega 2? Sorry, omega 1. Omega 1 is equal to, say, omega R minus delta omega. So which is greater? Omega 2 is greater. So what will be the answer of omega 2 minus omega 1? Omega 2 minus omega 1. Parayu, subtract. So delta omega minus delta, you will get 2 delta omega. This answer is known as bandwidth. This answer ne parayunna perana bandwidth. Ini what is the equation to calculate quality factor?
quality factor is equal to resonant frequency divided by bandwidth. ഇത്രയും മനസ്സിലായി. Then you have a series LCR circuit. You can change the value of R. Am I right? Then change the frequency. You can not the current. You can plot graph. See, so I'm getting a graph like this for a high R value. Then I'm getting a graph like this for a medium R value. I'm getting a graph like this for a low R value. Okay. It is very clear. See, as the R value decreases, the sharpness of the peak becomes clear. See, the graph becomes sharp. Am I right? So, R കുറയുമ്പോഴത്തേക്ക് ഗ്രാഫിന്റെ പീക്ക് എന്ത് ചെയ്യും? ഷാർപ്പായിട്ട് മാറും. Is it clear? Up to this clear? So, once again, I will explain the entire things. Once again. So, consider a series LCR circuit. Consider a series LCR circuit. Impedance of the circuit is root of R square plus XL minus XC the whole square. No problem. The current in this condition is generally represented as IM. Voltage is generally represented as VM. Then what is the next one? At a resonance condition, see, Z becomes equal to R. No problem. Then the current value becomes a maximum. Then the current value is represented by the letter IM max. Okay. Then what is the equation to calculate VM? Generally, VM V equal to IR, or I don't want VM. So how will you represent the current? I want current. How can you represent current? Current is equal to V by R. So VM by, here instead of R is Z. Am I right? See, current is equal to VM divided by, what is Z? Root of say R square plus XL minus XC the whole square. No problem. Then at a resonance condition, how will you rewrite this equation? At a resonance condition, the equation can be rewritten as IM becomes IM max. Okay. Then VM becomes VM divided by, this term becomes R. No doubt. Okay. Then I am plotting a graph connecting omega and what? Current in the line. Okay. So the graph will be like this. So omega, here current. Then the graph will be like this. Then graph has a peak. The corresponding current is what? IM max. The corresponding frequency will be definitely omega R, resonant frequency. Then consider a current IM max divided by root 2. Corresponding to this value, you can get two frequency values. They are omega 1 and omega 2 equidistant from omega R. The gap between omega R and omega 2 or omega 1 is delta omega. Then Then what will be omega 2? Omega 2 is equal to omega R plus delta omega. What is omega 1? Equal to omega R minus delta omega. Then omega 2 minus omega 1 will be equal to what? 2 delta omega. This answer is known as bandwidth. What is it? Bandwidth. Then what is the next thing? Say quality factor can be calculated using the formula Q is equal to, say, quality factor is equal to resonant frequency divided by bandwidth. No problem. What is the next thing I said? So in our series LCR circuit, we can select the R value. Am I right? We can adjust the R value. See, if you are using a high R value, the graph will be of this shape. So graph will be like this for high R value. Okay. Then in series LCR circuit, if you are using a mid R value, the graph will be like this. So mid R value. Okay. Then if you are using a low R value, the graph will be like this. So low R. Okay. So when R value decreases, the sharpness increases.
ദിസ് ഈസ് ഐഡിയ വി ഗോട്ട്. ഓക്കെ ആണല്ലോ? ഇനി ചോദിച്ചാൽ പറയുമല്ലോ, പറയൂ. വാട്ട് ഈസ് എ കറണ്ട് ഫോർ ഫ്രീക്വൻസി ω2? ω2 നേരെയുള്ള കറണ്ട് എത്രയാ? Im max by √2. Then what is a current for ω1? Im max by √2. What is a current for ω_r? It is Im max. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, എങ്കിൽ നമുക്ക് നമ്മുടെ ബാറ്റിംഗ് ആരംഭിക്കാം. ഓക്കെ, ഗെയിം ആരംഭിക്കാൻ പോവാണ്. സ്റ്റാർട്ട് ചെയ്യാം. റെഡി അല്ലേ? അപ്പോൾ ഇനി വലിയ പ്രയാസം എന്നുള്ള സെക്ഷൻ ഒന്നുമില്ല. ഇപ്പം നമ്മൾ പറഞ്ഞ് ഫിനിഷ് ചെയ്യും. ഓക്കെ ആണല്ലോ ഇത്രയും? അപ്പോൾ റെഡിയല്ലേ? അപ്പോൾ ബാക്കി ഞാൻ പറയാൻ പോവാണ്, ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ ആ ഗ്രാഫ് സൈഡിലോട്ട് വരച്ചേക്കാം. നിങ്ങൾക്ക് ഓർമ്മിക്കാൻ വേണ്ടി നമ്മുടെ ഗ്രാഫ്, പരിചയമുള്ള ഗ്രാഫ്. ഓക്കെ, അപ്പോൾ ഗ്രാഫ് അവിടെ ഇരുന്നോട്ടെ. ഇവിടെ ഒമേഗയാണ്. ഈ ലെവലിലുള്ള കറണ്ട് എന്ന് പറയുന്നത് Im max ആണ്. ഇനി ഈ സമയത്തുള്ള ഫ്രീക്വൻസി എന്ന് പറയുന്നത് ω_r ആണ്. ഇവിടെ ഒരു കറണ്ട് മാർക്ക് ചെയ്തായിരുന്നു, Im max ഡിവൈഡഡ് ബൈ √2 എന്നാണ്. ഈ ലെവലിൽ നമ്മളിങ്ങനെ വരച്ചു. ഇവിടെ ഉള്ള കറണ്ട് എന്ന് പറയുന്നത് ω1 ഫ്രീക്വൻസി ω1, ഇവിടെ ഉള്ളത് ω2 ആയിരുന്നു. ഇതെല്ലാം നമുക്കറിയാം. ഇനി ഞാൻ പറഞ്ഞ കാര്യം എന്താണ്? കറണ്ട് ഇൻ ദ ലൈൻ ക്യാൻ ബി ജനറലി റെപ്രസെൻറ്റഡ് ആസ്, പറയൂ. കറണ്ട് ഇൻ ദ ലൈൻ ക്യാൻ ബി ജനറലി റെപ്രസെൻറ്റഡ് ആസ് Vm ഡിവൈഡഡ് ബൈ √r² പ്ലസ് XL minus XC the whole square എന്നാണ്. Then at a resonance the equation can be modified as, പറയൂ. Im എന്തായിട്ട് മാറും? Im max ആയിട്ട് മാറും. ഈക്വൽ ടു Vm എന്തായിട്ട് മാറും? Vm തന്നെ ആയിരിക്കും ബൈ ഇതെന്താണ്? Z ആണ്. ഇത്രയല്ലേ? സോറി, Z അല്ല, R ആണ്. ഓക്കെ, R ആണ്. അപ്പോൾ ഇത്രയാണ് ഞാൻ പറഞ്ഞ കാര്യം. ഇനി ഞാനിവിടെ അടുത്ത് പറയാൻ പോകുന്ന കാര്യം വളരെ സൂക്ഷിച്ചിരിക്കുക. What is a current for the frequency ω2? ω2 എന്ന് പറയുന്ന ഫ്രീക്വൻസിക്ക് ലെവലിലുള്ള കറണ്ട് എന്താണ്? ഇറ്റ് ഈസ് Im max ഡിവൈഡഡ് ബൈ √2 ഫ്രം ഗ്രാഫ് ആണല്ലോ. ഇനി നിങ്ങൾ നോക്കൂ, Im max പകരം ഇത് എഴുതിക്കൂടെ? ഈ ഇക്വേഷനിൽ Im maxന് പകരം Vm ബൈ R എന്ന് എഴുതാം. √2 ആയിട്ട് തന്നെ എഴുതാം. ഇനി അടുത്ത നിങ്ങൾ നോക്കണം, കറണ്ട് എന്ന് പറഞ്ഞാൽ ω2 ആയിരിക്കുമ്പോൾ ഉള്ള കറണ്ട്. ω2 ആയിരിക്കുമ്പോൾ ഉള്ള കറണ്ട് എന്ന് പറയുന്നത് ഒരു ജനറൽ കറണ്ടാണ്. ആ ജനറൽ കറണ്ടിനെ നമ്മൾ ഇങ്ങനെയല്ലേ റെപ്രസെൻറ്റ് ചെയ്യുക? അപ്പോൾ കറണ്ടിന് പകരം ഇത് എഴുതാം. അപ്പോൾ കറണ്ട് ഇസ് ഈക്വൽ ടു Vm ഡിവൈഡഡ് ബൈ √r² പ്ലസ് XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ. XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ എന്നാണ്. ഇനി ആ രണ്ട് ഇവിടെ ഒരു സാധനം നിങ്ങൾ കാണുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറമുള്ള കോമൺ ആയിട്ടുള്ള ക്യാൻസൽ ചെയ്യുക. അപ്പോൾ 1 ഈ സാധനം ഈക്വൽ ടു 1 ആ സാധനം റെസിപ്രോക്കൽ എടുക്കുക. എന്ത് വരും? R√2 ഈസ് ഈക്വൽ ടു √r² പ്ലസ് XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ എന്ന് വരും. രണ്ട് സൈഡും അങ്ങ് സ്ക്വയർ ചെയ്യുക. നിങ്ങളങ്ങ് സ്ക്വയർ ചെയ്തേ. അപ്പോൾ എന്ത് വരും? 2r² ഈസ് ഈക്വൽ ടു, പെട്ടെന്ന് പറ, ഇതിൻ്റെ സ്ക്വയർ എടുക്കൂ, r² പ്ലസ് XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ എന്നാണ്. ഇതെടുത്തപ്പുറത്ത് വെച്ചാൽ r² ഈക്വൽ ടു XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ എന്നാണ്. അപ്പോൾ രണ്ട് സൈഡ് സ്ക്വയർ റൂട്ട് എടുക്കുക. r ഈസ് ഈക്വൽ ടു XL മൈനസ് XC എന്നാണ് കിട്ടിയത്. ഇനി നമുക്കിതിൽ വാല്യൂ ഇട്ട് നോക്കാം. r ഈസ് ഈക്വൽ ടു XL എന്ന് പറഞ്ഞാൽ എന്താണ്? Lω എന്നാണ്. മൈനസ് XC എന്ന് പറഞ്ഞാൽ എന്താണ്? 1/C ω എന്നാണ്. നമ്മൾ പഠിച്ചതല്ലേ? എന്താണ് ഇവിടുത്തെ കേസിൽ നമ്മളെടുത്ത ഒമേഗ? നമ്മളെടുത്ത ഒമേഗ എന്ന് പറയുന്നത് ω2 അല്ലേ? ഇപ്പം ഇവിടെ ഇതിന് പകരം ω2 എന്ന് കൊടുത്തു. ഇനി r ഈസ് ഈക്വൽ ടു, ഞാൻ ചെയ്യുന്ന നോക്കിക്കോ, L. എന്താണ് ഈ ω2 എന്ന് പറഞ്ഞാൽ? എന്താണ് ω2 എന്ന് പറഞ്ഞാൽ? ωr പ്ലസ് ഡെൽറ്റ ω അല്ലേ? അപ്പോൾ ωr പ്ലസ് ഡെൽറ്റ ω മൈനസ് 1/C എഴുതി. ω2 പകരം ωr പ്ലസ് ഡെൽറ്റ ω എന്ന് എഴുതി. പേടിക്കാൻ വേണ്ടി ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി അടുത്ത ടേം ഞാൻ ഇവിടെ എവിടെയെങ്കിലും എഴുതാം. നോക്കൂ, അപ്പോൾ r ഈസ് ഈക്വൽ ടു, പെട്ടെന്ന് പറയും, r ഈസ് ഈക്വൽ ടു L അതുപോലെ എഴുതി. ആ ഫസ്റ്റ് ടേം ωr അതുപോലെ എഴുതി, പ്ലസ് അടുത്ത ടേം ഡെൽറ്റ ω അതുപോലെ എഴുതി. ഇനി എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാനിവിടെ ചുമ്മാതെ ഒരു ωr/ωr എഴുതി. എന്തെങ്കിലും ദുരുദ്ദേശം കാണും. ഇനി മൈനസ് അടുത്ത 1/C
സി എഴുതി, സി എഴുതി. ഇനി ഒമേഗ ആർ അതുപോലെ എഴുതി, ഒമേഗ ആർ പ്ലസ് അടുത്ത ഡെൽറ്റ ഒമേഗയും അതുപോലെ എഴുതി. അവിടെയും ഒരു ഒമേഗ ആർ ബൈ ഒമേഗ ആർ ചുമ്മാ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഒമേഗ ആർ ബൈ ഒമേഗ ആർ ചുമ്മാ അത് എഴുതി. ഓക്കെ, ഇനി നോക്കണം. ആർ ഈസ് ഈക്വൽ ടു എൽ എഴുതി. ഈ രണ്ട് ടേമിൽ നിന്ന് ഒമേഗ ആർ കൂടെ ഇങ്ങനെ പുറത്തെടുക്കാം. അപ്പോൾ ദുരുദ്ദേശം മനസ്സിലായി കാണും. ഒമേഗ ആർ ഇങ്ങനെ എടുത്തു, ബാക്കി 1 പ്ലസ് ഒമേഗ ആർ എടുത്തു, ബാക്കി ഡെൽറ്റ ഒമേഗ ബൈ ഒമേഗ ആർ മൈനസ് അടുത്ത 1 ബൈ സി അതുപോലെ എഴുതി. രണ്ട് ടേമിൽ നിന്നും ഒമേഗ ആർ ഇങ്ങനെ എടുക്കാം. ബാക്കി പറ, ബാക്കി ഇതിലെ ഒമേഗ ആർ എടുത്തു, ഇതിലെ ഒമേഗ ആർ എടുത്തു, ബാക്കി പറയണം 1 പ്ലസ് ഡെൽറ്റ ഒമേഗ ബൈ ഒമേഗ ആർ എന്ന് എഴുതാം. ഓക്കെ, ഇനി ആർ ഈസ് ഈക്വൽ ടു എൽ ഒമേഗ ആർ അതുപോലെ എഴുതി, 1 പ്ലസ് ഡെൽറ്റ ഒമേഗ ബൈ ഒമേഗ ആറും അതുപോലെ എഴുതി, മൈനസ് 1 ബൈ സി ഒമേഗ ആറും അതുപോലെ എഴുതി. ഇതിനങ്ങ് മേല് കയറ്റ്. അപ്പം എന്തായി? 1 പ്ലസ് ഡെൽറ്റ ഒമേഗ ബൈ ഒമേഗ ആർ റൈസ് ടു -1 എന്ന് എഴുതി. ഇനി നമുക്കൊരു ബൈനോമിയൽ അപ്രോക്സിമേഷൻ ഒക്കെ നമ്മൾ പണ്ട് പഠിച്ചതാണ്. അതുപോലെ നമുക്കിതിനെ നമ്മൾ ഗ്രാവിറ്റേഷൻ പഠിച്ചപ്പോൾ ഇതുമാതിരി സിമിലർ ആയിട്ടുള്ള ഒരു സാധനം പഠിച്ചിട്ടുണ്ട്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആർ ഇസ് ഈക്വൽ ടു എൽ ഒമേഗ ആർ അതുപോലെ എഴുതി, 1 പ്ലസ് ഡെൽറ്റ ഒമേഗ ബൈ ഒമേഗ ആർ അതുപോലെ, മൈനസ് 1 ബൈ സി ഒമേഗ ആർ അതുപോലെ. ഈ -1 ഇവിടെ ഇടുക. അപ്പം ഇത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 മൈനസ് ഡെൽറ്റ ഒമേഗ ബൈ ഒമേഗ ആർ എന്ന് എഴുതി. പേടിക്കരുത്. ഇനി അടുത്ത കാര്യം, അറ്റ് റെസനൻസ് ആകുന്ന സമയത്ത് എന്തൊക്കെയാണ്? എക്സ് എല്ലും എക്സ് സിയും ഈക്വൽ ആണല്ലോ. അപ്പോൾ എക്സ് എൽ എന്ന് പറഞ്ഞാൽ എൽ ഒമേഗ ആർ ആണ്, ഈക്വൽ ടു എക്സ് സി എന്ന് പറഞ്ഞാൽ 1 ബൈ സി ഒമേഗ ആർ ആണ്. അപ്പോൾ ഇതിൽ എൽ ഒമേഗ ആറും 1 ബൈ സി ഒമേഗ ആറും ഈക്വൽ ആണ്. അപ്പോൾ രണ്ടിന് പകരവും ഇനി എൽ ഒമേഗ ആർ എന്നങ്ങ് ഇട്ടാൽ മതി. അപ്പോൾ ഈ ബാക്കി ഇവിടെ ഉള്ള ഇതൊക്കെ എങ്ങനെ ഇറൈസ് ചെയ്യാം? ഇതങ്ങ് ഇറൈസ് ചെയ്യാം. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇനി ബാക്കി ഞാൻ ഇങ്ങോട്ട് എഴുതാം. നോക്കിക്കോളൂ, ഇതാ എഴുതുന്നത് ശ്രദ്ധിച്ചോ. നമ്മുടെ ആ ഇതിൽ ആർ ഈസ് ഈക്വൽ ടു എന്തോന്ന് വരും? ആർ ഈസ് ഈക്വൽ ടു എൽ ഒമേഗ ആർ അവിടെ ഇരുന്നോട്ടെ, എൽ ഒമേഗ ആർ അവിടെ ഇരുന്നോട്ടെ, 1 പ്ലസ് അടുത്ത ടേം എന്താണ്? ഡെൽറ്റ ഒമേഗ ബൈ ഒമേഗ ആർ, അടുത്ത മൈനസ് അടുത്ത 1 ബൈ സി ഒമേഗ ആറിന് പകരവും എൽ ഒമേഗ ആർ എന്ന് തന്നെ എഴുതിക്കോളൂ, എൽ ഒമേഗ ആർ, ബാക്കി 1 മൈനസ് ഡെൽറ്റ ഒമേഗ ബൈ ഒമേഗ ആർ എന്ന് എഴുതി. ഇനി റെഡിയാക്കുകയാണ്. ആർ ഈസ് ഈക്വൽ ടു മൾട്ടിപ്ലൈ എൽ ഒമേഗ ആർ പ്ലസ് എൽ ഒമേഗ ആർ ഇൻറ്റു ഡെൽറ്റ ഒമേഗ ബൈ ഒമേഗ ആർ. ഇനി മൈനസ് ഇതുണ്ട്, മൈനസ് എൽ ഒമേഗ ആർ, അടുത്ത പ്ലസ് എൽ ഒമേഗ ആർ ഡെൽറ്റ ഒമേഗ ബൈ ഒമേഗ ആർ എന്ന് എഴുതി. ഇത് രണ്ടും ക്യാൻസലായി, ഇത് രണ്ടും ക്യാൻസലായി. ഇനി പ്ലസ് മൈനസ് ടേം ക്യാൻസലായി. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു പറയൂ, ഇത് എത്ര വരും? എൽ ഡെൽറ്റ ഒമേഗ, ഇവിടെ എൽ ഡെൽറ്റ ഒമേഗ, അപ്പം 2 ഡെൽറ്റ ഒമേഗ എന്നായില്ലേ, 2L ഡെൽറ്റ ഒമേഗ എന്നായില്ലേ. ഇതിനകത്ത് 2 ഡെൽറ്റ ഒമേഗ മാത്രം ഇവിടെ ഇടുക, ഈസ് ഈക്വൽ ടു എന്തായി? ആർ ബൈ എൽ എന്നായി. ഓക്കെ, ഇതെവിടെയോ പരിചയമുള്ളതാണ്. ഇതെന്താണ്? ബാൻഡ് വിഡ്ത്താണ് അല്ലേ, ബാൻഡ് വിഡ്ത്താണ്. അപ്പോൾ ഇനി ക്വാളിറ്റി ഫാക്ടർ കാണാൻ ഇതാണ് ഇക്വേഷൻ. റെസണൻറ്റ് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ ബാൻഡ് വിഡ്ത്ത് എന്നാണ്. റെസണൻറ്റ് ഫ്രീക്വൻസി അതുപോലെ എഴുതി, ബാൻഡ് വിഡ്ത്താണ് ഇതായിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ആർ ബൈ എൽ എന്നാണ്, ആർ ബൈ എൽ എന്നാണ്. എൽ മേലെ പോകും. അപ്പോൾ ക്വാളിറ്റി ഫാക്ടർ ഈസ് ഈക്വൽ ടു എൽ ഒമേഗ ആർ എന്നാണ്, ഡിവൈഡഡ് ബൈ ആർ എന്നാണ്. ഓക്കെ, എൽ ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? എൽ ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡക്റ്റീവ് റിയാക്ടൻസ് അല്ലേ. അപ്പോൾ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഡിവൈഡഡ് ബൈ ആർ. ഇപ്പോൾ ക്വാളിറ്റി ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കിട്ടി. ക്വാളിറ്റി ഫാക്ടർ ഈസ് ഈക്വൽ ടു എക്സ് എൽ ബൈ ആർ. ഇനി റെസണൻസ് കണ്ടീഷനിൽ നമുക്കറിയാം, റെസണൻസ് കണ്ടീഷനിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന വേറെ കാര്യമുണ്ടല്ലോ. എക്സ് എല്ലും എക്സ് സിയും ഈക്വൽ അല്ലേ. അപ്പോൾ എക്സ് എല്ലിന് പകരം എക്സ് സി എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ എക്സ് എല്ലിന് പകരം എക്സ് സി എന്ന് എഴുതാം. അപ്പോൾ എക്സ് സി ബൈ ആർ. അപ്പം നിങ്ങളുടെ ആൻസർ ആയി കഴിഞ്ഞു.
ക്വാളിറ്റി ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ രണ്ടെണ്ണം കിട്ടി ഇവിടെ. ക്വാളിറ്റി ഫാക്ടർ ഈസ് ഈക്വൽ ടു XL/R എന്നും കിട്ടി, XC/R എന്നും കിട്ടി. സ്വാഭാവികമായിട്ടും നമുക്ക് എഴുതി വരുമ്പോഴത്തേക്ക് ഇത്തിരി മെനക്കെടുത്തുന്ന ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനാണിത്. ഒന്ന് സൂക്ഷിച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് വലിയ പ്രയാസം തോന്നിയെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് വീണ്ടും പറയുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് മായ്ച്ച് കളയേണ്ടി വരും. അതുകൊണ്ട് നല്ലതായിട്ട് കെയർ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇറൈസ് ചെയ്യാണ് ഫ്രം ദ ബിഗിനിങ് ഓൺസ് അഗൈൻ. സോ ടെൽ മീ അബൌട്ട് ദ LCR circuit. You consider a series LCR circuit. You consider a series, exam എഴുതേണ്ടതുപോലെ ഞാൻ പറയാം. You consider a series LCR circuit. Okay, then the current in the circuit is IM. The voltage is VM. Then current can be represented as, current is equal to VM by say Z. Okay, so current can be represented as VM by what is Z? Root of R square plus XL minus XC the whole square. Okay, then at a resonance condition, then the value of current will be maximum. The same equation can be rewritten as IM max equal to VM divided by this becomes R. Okay, all these things we know. Then see, we plot a graph between omega and current in the circuit. Okay, then graph will be of this shape. Then the maximum current is known as IM max. The corresponding frequency is known as resonant frequency. Now we select a particular current IM max divided by root 2. Okay, correspondingly we get two frequencies omega 1 and omega 2 equidistant from omega r. Omega 1 is equal to omega r minus delta omega. Omega 2 is equal to what? Omega r plus delta omega. Then omega 2 minus omega 1 equal to what? So it will be equal to 2 delta omega. This answer is known as bandwidth. Okay, then quality factor is equal to resonant frequency divided by bandwidth is the equation. Then what is the next? On changing the R values, see, we get graphs of different shape. See here omega, here current. See, you plot graphs like this. Okay, so these are the graphs. Then R high, R low, R medium. So in series LCR circuit, if the R value used is high, the current is low. If the R value used is low, the current is high. That is, with the decrease of R value, sharpness of curve increases. How? What is the method to increase the sharpness of curve? So you have to reduce R value. Up to this clear? Now, see, I am erasing everything. This is our familiar graph. അത് വരച്ചു വയ്ക്കുക ആദ്യം. Okay, what is the current here? Say IM max. What is the frequency here? It is omega. What is the current here? IM max divided by root 2. Okay, no problem. Then what is the frequency here? Omega 1. What is the frequency here? Omega 2. Everything you know. Then what is the next one? What is the current for? What is the current for the frequency omega 2? What is the current for the frequency omega 2? It is IM max divided by root 2. Okay. Then what is the thing you know? See, IM general equation VM divided by Z. Okay. Then at a resonance, the same equation can be written as IM max equal to VM by R. Okay, ഇത് മനസ്സിലിരിക്കണം, എന്നാലേ നമുക്ക് എഴുതാൻ പറ്റൂ. See, instead of IM max, you write VM by R. So VM by R. Then root 2, okay, is equal to. Then how will you calculate the current? Current for the frequency omega 2 is
not maximum current. See, at omega r, the current is maximum, you know. But then at omega 2, current will be different. See, current can be calculated using the formula. Current is equal to, say, current is equal to V by, what is V? Vm by, what is Z? Z is root of r square plus xl minus xc the whole square. Okay. Then what is the next one? See, Vm cancelled. Then 1 by r root 2 equal to 1 by root of this. Then take the reciprocal. Then r root 2 is equal to, say, root of r square plus xl minus xc the whole square. No problem. Then squaring. So 2r square is equal to, say, r square plus xl minus xc the whole square. Then r square equal to, say, what is r square? So r square equal to, say, what is your answer? Xl minus xc the whole square. Then what is r? R equal to xl minus xc. ഇത്രയും മനസ്സിലായി. ഇനി എന്താ വേണ്ടത്? R is equal to, what is xl? It is L omega. What is xc? 1 by c omega. What is the frequency considered here? It is omega 2. So omega 2. No problem. Then put the value of omega 2. So R is equal to, say, L. Instead of omega 2 you write. Instead of omega 2 you write omega r plus delta omega. Omega r plus delta omega minus 1 by c. What is omega 2? Omega r plus delta omega. Okay. Then അടുത്ത സ്റ്റെപ്പ് r is equal to, പെട്ടെന്ന് പറ, L. അടുത്ത ഒമേഗ ആർ പ്ലസ് ഡെൽറ്റ ഒമേഗ, ആരും കാണാതെ ഒമേഗ ആർ ബൈ ഒമേഗ ആർ. അടുത്ത മൈനസ് 1 ബൈ സി, അതുപോലെ എഴുതി ഒമേഗ ആർ പ്ലസ് ഡെൽറ്റ ഒമേഗ, പറയൂ, ഒമേഗ ആർ ബൈ ഒമേഗ ആർ. ഓക്കെ. അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ പറയണം, ആർ ഈസ് ഈക്വൽ ടു എൽ, രണ്ടിൽ നിന്നും ഒമേഗ ആറിഞ്ഞ് എടുക്കുക. സോ ഒമേഗ ആർ, ബാക്കി 1 പ്ലസ് ഡെൽറ്റ ഒമേഗ ബൈ ഒമേഗ ആർ മൈനസ് 1 ബൈ സി എഴുതി, രണ്ടിൽ നിന്ന് ഒമേഗ ആർ എടുക്കുക, ഒമേഗ ആർ എടുത്തു, ബാക്കി 1 പ്ലസ് ഡെൽറ്റ ഒമേഗ ബൈ ഒമേഗ ആർ. അടുത്ത സ്റ്റെപ്പിൽ ആർ ഈസ് ഈക്വൽ ടു, പെട്ടെന്ന് പറയൂ, എന്താണ്? എൽ ഒമേഗ ആർ 1 പ്ലസ് ഡെൽറ്റ ഒമേഗ ബൈ ഒമേഗ ആർ മൈനസ് 1 ബൈ സി ഒമേഗ ആർ. ഇതങ്ങ് മേലെ പോട്ടെ, 1 പ്ലസ് ഡെൽറ്റ ഒമേഗ ബൈ ഒമേഗ ആർ റൈസ് ടു മൈനസ് ആണ്. ഇനി അപ്രോക്സിമേഷൻ നടത്തുകയാണ്. ഈ മൈനസ് ഇവിടെ എടുത്ത് വെച്ചാൽ മതി. അപ്പം ആൻസർ എങ്ങനെ ആവുമെന്ന് പറ, പെട്ടെന്ന് പറയണം. ആർ ഈസ് ഈക്വൽ ടു എൽ ഒമേഗ ആർ, പെട്ടെന്ന് പറയൂ, 1 പ്ലസ് ഡെൽറ്റ ഒമേഗ ബൈ ഒമേഗ ആർ മൈനസ് 1 ബൈ സി ഒമേഗ ആർ, ബാക്കി പറയൂ, 1 മൈനസ് ഡെൽറ്റ ഒമേഗ ബൈ ഒമേഗ ആർ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? അറ്റ് റെസൊണൻസ് കണ്ടീഷൻ XL and XC are equal. What is XL? L omega. So L omega, XC 1 by C omega. Here omega, omega R. See, these two are equal. So L omega R and 1 by C omega R equal. You can put both as L omega R. അപ്പോൾ ബാക്കി ഞാൻ ഇപ്പുറത്തോട്ട് എഴുതാൻ പോവാണ്. ഓക്കെ, ഞാൻ ബാക്കി ഇങ്ങോട്ട് എഴുതാൻ പോവാണ്. നിങ്ങൾ തന്നെ പറയൂ. ആർ ഈസ് ഈക്വൽ ടു, പെട്ടെന്ന് പറയണം, എൽ ഒമേഗ ആർ, അതുപോലെ എഴുതി. ഇനി 1 പ്ലസ് ഡെൽറ്റ ഒമേഗ ബൈ ഒമേഗ ആർ, അടുത്ത മൈനസ് 1 ബൈ സി ഒമേഗ ആറിന് പകരവും എൽ ഒമേഗ ആർ. ഇനി ബാക്കി 1 മൈനസ് ഡെൽറ്റ ഒമേഗ ബൈ ഒമേഗ ആർ. ഇനി മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക, പെട്ടെന്ന് പറയും. ആർ ഈസ് ഈക്വൽ ടു എൽ ഒമേഗ ആർ പ്ലസ് എൽ ഒമേഗ ആർ ഡെൽറ്റ ഒമേഗ ബൈ ഒമേഗ ആർ മൈനസ് എൽ ഒമേഗ ആർ പ്ലസ് എൽ ഒമേഗ ആർ ഡെൽറ്റ ഒമേഗ ബൈ ഒമേഗ ആർ. ഇത് രണ്ടും ക്യാൻസലായി. സോ ഇത് രണ്ടും ക്യാൻസലായി. ബാക്കി പറയും, ആർ ഈസ് ഈക്വൽ ടു 2 ടൈംസ് എൽ ഡെൽറ്റ ഒമേഗ എന്ന് കിട്ടി. ദെൻ 2 ഡെൽറ്റ ഒമേഗ റിട്ടൺ ഹിയർ is R by L. No problem. This is what? Bandwidth. So bandwidth is equal to what?
R by L. This is the result I got. Then I want to calculate quality factor. Quality factor ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ്? Resonant frequency divided by bandwidth is the equation. So quality factor is equal to resonant frequency omega R divided by bandwidth എന്താണ്? R by L. Okay, R by L. L comes up. So quality factor is equal to L omega R divided by R. No problem. Then quality is equal to L omega is what? XL. So XL by R. Am I right? See, at a resonance condition, you know XL and XC are equal. So instead of XL, you can write XC. So XC divided by R. So നമുക്ക് റിസൾട്ട് എല്ലാം കിട്ടി. ക്വാളിറ്റി ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ XL by R എന്ന് വരാം, XC by R എന്ന് വരാം. മനസ്സിലായോ? അപ്പോൾ ക്വാളിറ്റി ഫാക്ടർ ഈസ് ഈക്വൽ ടു XL by R or XC by R. അടിപൊളിയല്ലേ? അപ്പോൾ ക്യാൻ യു ഡിഫൈൻ ക്വാളിറ്റി ഫാക്ടർ? 2-3 രീതിയിൽ പറയാം. ക്വാളിറ്റി ഫാക്ടർ ഈസ് എ റേഷ്യോ ഓഫ്, പറയൂ, റെസൊണന്റ് ഫ്രീക്വൻസി ടു ബാൻഡ് വിഡ്ത്ത്. Then quality factor is a ratio of inductive reactance to resistance at a resonance condition, or it is a ratio of capacitive reactance to resistance at a resonance condition. മനസ്സിലായോ? അപ്പോൾ 2-3 രീതിയിൽ ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാം. സോ ഇറ്റ് ഈസ് റേഷ്യോ ഓഫ് റെസൊണൻസ് ഫ്രീക്വൻസി ടു ബാൻഡ് വിഡ്ത്ത്, ഓർ ഇറ്റ് ഈസ് റേഷ്യോ ഓഫ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ടു റെസിസ്റ്റൻസ് അറ്റ് എ റെസൊണൻസ് കണ്ടീഷൻ, ഓർ ഇറ്റ് ഈസ് റേഷ്യോ ഓഫ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് ടു റെസിസ്റ്റൻസ് അറ്റ് എ റെസൊണൻസ് കണ്ടീഷൻ. എങ്ങനെയുണ്ട്? സൂപ്പർ സാധനമല്ലേ? അപ്പോൾ ഇത് പിള്ളേർക്കൊക്കെ വളരെ വളരെ രോമാഞ്ചം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. പിള്ളേർക്ക് പൊതുവെ ഇഷ്ടമല്ലാത്തൊരു സെക്ഷനാണത്. ഓക്കെ, അപ്പോൾ ഓർത്ത് വയ്ക്കുക, ക്വാളിറ്റി ഫാക്ടർ നല്ലൊരു ക്വസ്റ്റനാണ്, എക്സാമിൻ്റെ ഒരു നല്ല ക്വസ്റ്റനാണ്. ഇപ്പോൾ ചിലർക്കെല്ലാം ഇത് സിലബസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട്. അപ്പോൾ എനിവേ ഇത് നമുക്ക് പലയിടവും ആവശ്യം വരുന്നതായതുകൊണ്ട് ഞാനൊന്നും കൂടെ പറയുന്നു. ഓക്കെ, സോ ഫ്രം ദ ബിഗിനിങ് യു ഹാവ് ടു സേ ദ എൻറ്റയർ തിങ്സ്. ഓക്കെ, എറൈസ് ചെയ്യാണ്. See, what is our question? Explain quality factor or sharpness of resonance for series LCR circuit. It is a question. You consider a series LCR circuit. Okay, you consider a series LCR circuit. Then, see, the current in the circuit can be represented as IM. Current is equal to VM divided by Z. Normally, it's equal to VM divided by root of R square plus XL minus XC the whole square. No problem. Then see, at a resonance condition, the same equation can be rewritten as IM max is equal to VM divided by Z becomes R. Okay. Then we plot a graph between omega and current. Okay. Then see, we get a graph of this shape. See, the maximum current is called IM max. Then the corresponding frequency is called resonant frequency. Now we consider a current IM max divided by root 2. Correspondingly, we get two frequencies, omega 1 and omega 2, equidistant from omega R. Then omega 2 is equal to what? Omega 2 is equal to omega R plus delta omega. Omega R plus delta omega. And omega 1 equal to, say, what is it? Omega R minus delta omega. Then omega 2 minus omega 1 you get as 2 delta omega. This is the answer of bandwidth. No problem. Then what is the next one? See, in the circuit you can use different resistances. Am I right? See, when a higher resistance is used, see, the peak will not be sharp. If a low resistance is used, the peak becomes a good one. Okay, so sharpness of resonance when R value decreases. Am I right? ഇനി എന്താണ് നമ്മൾ പറഞ്ഞ കേസ്? See, what is the current for the frequency omega 2? Current for the frequency omega 2 is this one, Im max divided by root 2. Okay, so shall I write the things there at the right side? So at the right side I am writing those things. Okay, so നിങ്ങൾ തന്നെ ഇതെല്ലാം പറയണം. ഇതും കൂടെ അങ്ങ് റൈസ് ചെയ്യാം, അപ്പോൾ എനിക്ക് സ്ഥലം കിട്ടും. ഓക്കെ, പെട്ടെന്ന് പറയൂ. What is the current for the frequency omega 2?
കറണ്ട് ഫോർ ദ ഫ്രീക്വൻസി ഒമേഗ 2 എന്തായിരുന്നു? പറയൂ. IM മാക്സ് ഡിവൈഡഡ് ബൈ √2 ആയിരുന്നു. ആണല്ലോ? സീക്വൽ ടു അടുത്ത IM മാക്സിന് പകരം ഈ വാല്യൂ ഇടുക. എന്താണ്? VM ഡിവൈഡഡ് ബൈ R എന്ന് എഴുതുക. ദെൻ √2 ആസ് സച്ച്. ദെൻ കറണ്ട് എന്നുള്ള സെൻസിൽ കറണ്ട് ഇസ് ഈക്വൽ ടു V ബൈ R. ഇപ്പോൾ V ബൈ Z. V എന്താണ്? VM. ഇവിടുത്തെ Z എന്താണ്? √R² പ്ലസ് XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ. ഇനി ഞാൻ പറയേണ്ട കാര്യമില്ല, ഇത് വെട്ടി റെഡിയാക്കുമ്പോഴത്തേക്ക് എന്ത് വരും? R√2 ഈസ് ഈക്വൽ ടു പറയും. R√2 ഈസ് ഈക്വൽ ടു √R² പ്ലസ് XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ. ഓക്കെ, സ്ക്വയറിങ് റീഅറേഞ്ചിങ് പറയൂ, എല്ലാം പറയൂ. 2R² ഈക്വൽ ടു R² പ്ലസ് XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ. നോ പ്രോബ്ലം. ദെൻ R² ഈക്വൽ ടു R² ഈക്വൽ ടു XL minus XC the whole square. Then what is the next one? R equal to XL minus XC. Am I right? Now put the values. പെട്ടെന്ന് പറയും. R is equal to പെട്ടെന്ന് പറയണം. XL എന്ന് പറഞ്ഞാൽ L ഒമേഗ മൈനസ് XC എന്ന് പറഞ്ഞാൽ 1/C ഒമേഗ. Here what is omega taken? It is omega 2. So omega 2 എന്ന് എഴുതി. Then what is the next step? R is equal to L ഒമേഗ 2ന് പകരം what is omega 2 നിങ്ങൾക്ക് അറിയാന്നുള്ളത്? ഒമേഗ R പ്ലസ് ഡെൽറ്റ ഒമേഗ. ഓക്കെ, ദെൻ അടുത്ത മൈനസ് 1/C ഒമേഗ 2ന് പകരം പറയൂ ഒമേഗ R പ്ലസ് ഡെൽറ്റ ഒമേഗ. ഓക്കെ, ഇനി അടുത്ത് എന്താണ് ചെയ്ത്? ആരും കാണാതെ സെക്കൻഡ് ടേമിന്റെ കൂടെ ഇവിടെ ഒമേഗ R ബൈ ഒമേഗ R നമ്മൾ മാത്രമേ കണ്ടുള്ളൂ, വേറെ ആരും കണ്ടില്ല. ഭാഗ്യം. നോക്കൂ, ഒമേഗ R ബൈ ഒമേഗ R. ഇനി എന്താ ചെയ്തേ? R ഈസ് ഈക്വൽ ടു പറയും L എഴുതി, രണ്ട് ടേമിൽ നിന്ന് ഒമേഗ R എടുത്തു, ബാക്കി പറ 1 പ്ലസ് ഡെൽറ്റ ഒമേഗ ബൈ ഒമേഗ R മൈനസ് 1/C അതുപോലെ എഴുതി, രണ്ട് ടേമിൽ നിന്ന് ഒമേഗ R എടുക്കുക, പറയൂ 1 പ്ലസ് ഡെൽറ്റ ഒമേഗ ബൈ ഒമേഗ R. അടുത്ത സ്റ്റെപ്പ് R ഈസ് ഈക്വൽ ടു L ഒമേഗ R അതുപോലെ എഴുതി, 1 പ്ലസ് ഡെൽറ്റ ഒമേഗ ബൈ ഒമേഗ R, then minus 1/C omega R. This comes up. So 1 plus delta omega by omega raised to -1. Say, then you are using an approximation. This minus comes here. So equation becomes, say, R is equal to, say, L omega R into 1 plus delta omega by omega R minus 1/C omega R. This becomes, say, 1 minus delta omega by omega R approximately. Am I right? At a resonance condition, you know, XL and XC are equal, or L omega and 1/C omega are equal. Here the frequency is omega R. So these two are equal here. Am I right? So instead of 1/C omega R, you can write L omega R. So equation becomes, say, what is our next equation? Say R is equal to L omega R into 1 plus say delta omega by omega R minus 1/C omega R can be written as L omega R. So L omega R, then the second term as such 1 minus delta omega by omega R. Then outside into inside, you say, see, R is equal to L omega R plus L omega R delta omega by omega R, then minus L omega R, then plus L omega R delta omega by omega R. These two cancel. Then here also these two cancel. So I am getting R equal to 2L delta omega. Okay, it is a result you got. Then so the balance I am writing here. Okay, so what is the result I got? R is equal to, say, L into 2 delta omega. Am I right? Then what is 2 delta omega? It is equal to R by L. No problem. This is what? It is bandwidth. Okay.
Then what is a equation to calculate quality factor? Quality factor is equal to resonant frequency divided by bandwidth. So resonant frequency divided by bandwidth is 2 delta omega. Am I right? So what is the next one? See, is equal to resonant frequency divided by 2, instead of 2 delta omega you write R by L. So L comes up. So quality factor equal to L omega R divided by R. What is L omega? It is XL divided by R. So at a resonance condition, XL and XC are equal. So instead of XL you can write XC divided by R. So you are getting your final result here. See, quality factor is a ratio of inductive reactance to resistance at a resonance condition, or quality factor is a ratio of capacitive reactance to resistance at a resonance condition, or quality factor is a ratio of what to what? A resonance frequency to bandwidth. മനസ്സിലായോ? എങ്ങനെയുണ്ട് സംഭവം? അടിപൊളിയല്ലേ? ഇപ്പം 3 പ്രാവശ്യം പറയുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സമയം അതിനകത്ത് ലോസ് ആവും. സമയം ലോസ് നോക്കിയിട്ട് കാര്യമുണ്ടോ? പറഞ്ഞല്ലേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് വൃത്തിയായിട്ട് ഈ സംഗതി എഴുതി പഠിക്കണം. ഓക്കെ.